സഹോദരിമാരെ പീഡിപ്പിക്കപ്പെടുന്നു. ആ മകൻ അമ്മയെ അടിച്ചു കൊല്ലുകയാണ്. മനുവിനെ കൊന്ന ശിവപ്രസാദിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ മുഴുവനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ പോലീസ് തയ്യാറാകണം. മനു എന്ന സുഹൃത്തിനെ ശിവപ്രസാദ് എന്ന് പറയുന്ന സുഹൃത്ത് വീട്ടിൽ ജോലിക്കായി വിളിച്ചു വരുത്തുകയും ടിപ്പറിൻ്റെ JCBയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യം കഴിക്കാൻ വിളിക്കുകയും ആ മദ്യം കഴിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ തല്ലിക്കൊല്ലുമ്പോൾ, മനുവിനെ തല്ലിക്കൊല്ലുമ്പോൾ ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ശിവപ്രസാദിനോടൊപ്പം വേറെ 3-4 ആളുകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഓടി രക്ഷപ്പെട്ട ഒരു സാഹചര്യമാണ്. പോലീസ് പോലും ഒരാളെയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. വളരെ കൃത്യമായി പ്രോപ്പറായി അന്വേഷണം നടത്തിയാൽ ഇവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ലഹരി പദാർത്ഥവും ആ ലഹരി പദാർത്ഥം ലഭിച്ചിരുന്ന സ്രോതസ്സും ആ ലഹരി ഉപയോഗിക്കാൻ കൂടെ ഉണ്ടായിരുന്നവരും ഈ മനുവിനെ തല്ലിക്കൊല്ലാൻ കൂടെ ഉണ്ടായിരുന്നവരെയും ഒക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായും കൃത്യമായ അന്വേഷണം നടത്തി കൃത്യമായി പ്രതികളെ കണ്ടെത്തി മാതൃകയാകുന്ന രീതിയിൽ അവരെ ശിക്ഷിച്ചില്ലെങ്കിൽ വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുവാനുള്ള പ്രോത്സാഹനമായി അത് മാറും. തീർച്ചയായും അങ്ങനെ ഉണ്ടാവരുത്. നമ്മുടെ ഒരു കുടുംബത്തിൽ ലഹരികൾ കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞോമനകൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ലഹരി പദാർത്ഥങ്ങളുടെ സ്രോതസ്സുകൾ അത് ഉണ്ടാകുന്ന ആളുകളെയും അത് ക്യാരി ചെയ്യുന്ന ആളുകളെയും കൃത്യമായി അത് കണ്ടുപിടിച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് തീർച്ചയായും കഴിയണം. അത്തരത്തിലുള്ള ഒരു അന്വേഷണം തീർച്ചയായും ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. ഓരോ ദിവസവും ലഹരി ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ഓരോ ദിവസവും ലഹരി ഉപയോഗിച്ചുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ഓരോ ദിവസവും ലഹരി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കൃത്യകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ഇത് കേരളം പോലൊരു സംസ്ഥാനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഓരോ ദിവസവും നടക്കുന്നത് കുടുംബങ്ങളിലെ കൊലപാതകമാണ്, സൗഹൃദങ്ങളുടെ ഇടയിലുള്ള കൊലപാതകമാണ്, സുഹൃത്തുക്കളെ പീഡിപ്പിക്കുന്ന വാർത്തകളാണ് കടന്നു വരുന്നത്. പ്രായമാവാത്ത കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന കിരാതന്മാരുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ, അതിനെതിരെ അന്വേഷണം നടത്തുവാൻ, പ്രതികളെ കണ്ടെത്തുവാൻ കൃത്യമായി ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾ തയ്യാറാവണം. എത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥനായാലും, എത്ര വലിയ ഉന്നതന്മാരായാലും, എത്ര വലിയ ക്രിമിനലുകളായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള സംവിധാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ കേരളം ഒരു ഭ്രാന്താലയമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചെറുപ്പക്കാരെ പരിശോധിച്ച് കഴിഞ്ഞാൽ മണവും വാടയോ ഇല്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത, അവരുടെ സ്രവങ്ങൾ പരിശോധിച്ചാൽ മാത്രം തിരിച്ചറിയാൻ കഴിയാവുന്ന തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പോലീസിനും എക്സൈസിനും അറിയാമെങ്കിലും കൃത്യമായ ബോധവൽക്കരണം നടത്താൻ ഇവർ തയ്യാറാകുന്നില്ല. സ്കൂളുകളിൽ ക്യാമ്പയിൻ നടത്താൻ അവർ തയ്യാറാകുന്നില്ല. കൃത്യമായിട്ട് ഇവരെ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനുകൾ കൃത്യമായി അവർ ഫോളോ അപ്പ് ചെയ്ത ആളുകളെ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ അതിൻ്റെ സ്രോതസ്സിലേക്ക് പോകുന്നില്ല എന്നുള്ള വലിയ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. ആ വീഴ്ച നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ളൊരു രാജ്യമാണ്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ജനസാന്ദ്രത കൂടിയൊരു സംസ്ഥാനമാണ്. വളരെ സെൻസിറ്റീവായി നമുക്കിടയിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന ആളുകളെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ലഹരിയുടെ ഉപയോഗം അതിഗണ്യമായി നമ്മുടെ സംസ്ഥാനത്ത് കൂടും. അതുകൂടെ ഓരോ കുടുംബങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ക്രൈമുകളുടെ എണ്ണം കൂടും. ആളുകളെ കൊലപ്പെടുത്തുന്ന നിത്യസംഭവമായി മാറും, പീഡിപ്പിക്കുന്ന നിത്യസംഭവമായി മാറും. നമ്മുടെ കുഞ്ഞോമനകൾ, നമ്മുടെ പൊന്നുമക്കൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ അടിമപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അവർക്ക് ജാഗ്രത കൊടുക്കുന്നതോടൊപ്പം, അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണം കൊടുക്കുന്നതോടൊപ്പം കൃത്യമായി പോലീസും എക്സൈസും ഈ കാര്യങ്ങളിൽ ഇടപെടണം. ഇവിടെ ഗ്യാങ്സ്റ്ററുകളായി പല മേഖലയിലും ചെറുപ്പക്കാരെ കൂട്ടി ലഹരി ഉപയോഗിക്കുന്ന വാർത്തകൾ വരുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത്. കൃത്യമായ അന്വേഷണം ഉണ്ടാവണം. ഓരോ ലഹരി വേട്ടയ്ക്കും പിന്നിൽ അതിൻ്റെ സോഴ്സുകളിലേക്ക് പോകണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. കൃത്യമായ അന്വേഷണം നടത്തി മനുവിനെ കൊന്ന ശിവപ്രസാദിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ മുഴുവനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ പോലീസ് തയ്യാറാകണം. ഒരു പ്രതിയെ മാത്രം എടുത്തുകൊണ്ട് എത്ര വലിയ സമ്മർദ്ദങ്ങളുണ്ടായാലും, എത്ര വലിയ ഭീഷണികളുണ്ടായാലും ഇനി ഈ പ്രതിയെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രതിക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്യുന്ന ആളുകളെ മുഴുവനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടുപിടിക്കുന്നതിനുള്ള, അവരെ പ്രതി ചേർക്കുന്നതിനുള്ള, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള കൃത്യമായ ഇടപെടലുകൾ പോലീസും സ്വീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാർത്തകൾ നമ്മളെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. എത്രമാത്രം ഭീകരതയോടുകൂടിയാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടുന്നത്. 3 മാസം പ്രായമായപ്പോൾ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഉമ്മ കൈക്കുഞ്ഞിനെ വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ ആ മകൻ അമ്മയെ അടിച്ചു കൊല്ലുകയാണ്. അതിൻ്റെ വീടും സ്ഥലവും വിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മയെ അടിച്ചു കൊല്ലുകയാണ്.
അടിച്ചു കൊല്ലുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് മോട്ടീവായത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ പണം ഈ മേഖലയിൽ ചിലവഴിക്കുന്നതിന് വേണ്ടി, ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വീടും സ്ഥലവും വിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ അടിച്ചു കൊല്ലുന്ന വാർത്ത കണ്ടു. സഹോദരിമാരെ പീഡിപ്പിക്കപ്പെടുന്ന വാർത്ത കണ്ടു. ഒരു സഹോദരിയെ തന്നെ 60 ആളുകൾ പീഡിപ്പിക്കുന്ന വാർത്തകൾ വരുന്നു. എൻ്റെ തൊട്ടടുത്ത ജില്ലയായ പത്തനംതിട്ടയിൽ 2 ക്രൈമുകളാണ് കഴിഞ്ഞ ഒരു മാസം റിപ്പോർട്ട് ചെയ്തത്. അടൂർ ഇന്നലെ 9 പ്രതികളെ പിടിച്ചു. ഒരു പെൺകുട്ടിയെ, 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ 9 പ്രതികളെ പിടിച്ചു. പത്തനംതിട്ടയിലാണെങ്കിൽ 64 പേരെ പിടിച്ചു. അപ്പോൾ നിരവധിയായിട്ടുള്ള പീഡനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ക്യാരിയറാക്കുന്ന, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മിഠായി രൂപത്തിൽ ലഹരി പദാർത്ഥങ്ങൾ, ആകർഷണീയമായ ലഹരി പദാർത്ഥങ്ങൾ നൽകി നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മളറിയാതെ ഈ ലഹരി പദാർത്ഥങ്ങൾ നൽകി അവരെ ലഹരിയുടെ ക്യാരിയറാക്കുന്ന, അവർ മുഖാന്തരം നിരവധി ആളുകളിലേക്ക് ലഹരി എത്തിക്കുന്ന വലിയ ശൃംഖല നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. ഇത് ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ അല്ല, നമ്മുടെ കേരളത്തിലാണ്, നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മുടെ വലിയ ബൃഹത്തായിട്ടുള്ള അന്വേഷണ സംഘങ്ങളും ഏജൻസികളും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളപ്പോഴും ഇത്തരത്തിൽ ലഹരി കൊണ്ടുവന്ന്, ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന്, ലഹരി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മദ്യമായിരുന്നു, അല്ലെങ്കിൽ ചാരായമായിരുന്നു. ആ ചാരായവും മദ്യവും ഒക്കെ ലിമിറ്റ് ചെയ്തപ്പോൾ അന്ന് അത് ഉപയോഗിച്ചിരുന്ന ആളുകൾ അത് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോധം പോകും. ബോധം പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ബോധം വരുമ്പോൾ അവർ ലഹരിയുടെ കെട്ടുവിട്ടു മാറുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയി 24 മണിക്കൂറോ 48 മണിക്കൂറോ ആ ലഹരി നൽകുന്നത്, അത് ആനന്ദമാണെങ്കിൽ ആനന്ദം, അത് വൈരാഗ്യമാണെങ്കിൽ വൈരാഗ്യം, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ സന്തോഷം, അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള നിയമ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നു. അവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും അവർ കൊലപ്പെടുത്തുന്നു. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ നാടിന് ഏറ്റവും അടുത്തായി 2 കിലോമീറ്റർ ദൂരെ നടന്ന ഒരു സംഭവം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പീഡനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, കിഡ്നാപ്പിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് നമ്മുടെ സമുദ്ര അതിർത്തിയിൽ, നമ്മുടെ നോട്ടിക്കൽ മൈലിൽ, നമ്മുടെ ഇന്ത്യയുടെ നോട്ടിക്കൽ മൈലിനകത്ത് 25,000 ടൺ, മെട്രിക് ടൺ മയക്കുമരുന്നുമായി ഒരു കപ്പൽ പിടിച്ചത്. ആ കപ്പലിനുണ്ടായിരുന്ന മയക്കുമരുന്നുകളെല്ലാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പോലീസ്, കോസ്റ്റൽ ഗാർഡ് ഈ മയക്കുമരുന്ന് വേട്ട നടത്തുന്നത്. നിരവധി തവണ കോസ്റ്റൽ ഗാർഡ് മെട്രിക് ടണ്ണുകൾ വരുന്ന കപ്പലുകൾ വരുന്ന മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇത്രയും വലിയ ഒരു രാജ്യത്ത്, ഇത്രയും വലിയ സുരക്ഷാ സംവിധാനമുള്ള രാജ്യത്ത് ഈ മയക്കുമരുന്നിൻ്റെ സോഴ്സ്, ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇത് വിതരണം ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ നമ്മുടെ അധികാരികൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പം, നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ, വിദ്യാർത്ഥികൾ ഇന്ന് വഴിതെറ്റി പോകുന്നത്.